ദിവസത്തിൽ ഒരു നേരമെങ്കിലും ചോറ് കഴിക്കാതെ മലയാളികൾക്ക് സുഖമുണ്ടാകില്ല. എന്നാൽ ചോറിനോടുള്ള ഈ പ്രിയം അത്ര ആരോഗ്യകരമല്ലെന്നാണ് അമേരിക്കയിലെ കൊളംബിയ സർവകലാശാലയിലെ ഗവേഷകരുടെ പുതിയ പഠനം മുന്നറിയിപ്പ് നൽകുന്നത്. കാലാവസ്ഥാ വ്യതിയാനം അരിയിലെ ആർസനിക്കിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിന് കാരണമായിട്ടുണ്ടെന്ന് ഗവേഷകർ കണ്ടെത്തി. 2050 ആകുമ്പോഴേക്കും ഏഷ്യൻ രാജ്യങ്ങളിലെ ജനങ്ങളിൽ ക്യാൻസറിന് ഇതൊരു പ്രധാന കാരണമായേക്കുമെന്നും പഠനം പറയുന്നു. മണ്ണിലും ജലത്തിലും കാണപ്പെടുന്ന സ്വാഭാവിക മെറ്റലോയിഡ് മൂലകമാണ് ആർസനിക്. അജൈവ ആർസനിക് വിഷാംശമുള്ളതാണ്. മലിനമായ വെള്ളത്തിലൂടെയോ ഭക്ഷണത്തിലൂടെയോ ഇത് മനുഷ്യ ശരീരത്തിലെത്തുന്നത് ക്യാൻസർ ഉൾപ്പെടെ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. എന്നാൽ താപനിലയിലെ വർധനവും അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഉയർന്ന അളവും മണ്ണിന്റെ രാസഘടനയിൽ മാറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ഇത് മണ്ണിലെ അജൈവ ആർസനിക്കിന്റെ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നു. നെല്ല് വളർത്തുമ്പോൾ മലിനമായ മണ്ണും ജലസേചനത്തിനായി ഉപയോഗിക്കുന്ന വെള്ളവും നെല്ലിലെ അജൈവ ആർസനിക് വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുമെന്ന് പഠനത്തിൽ പറയുന്നു. ആർസനിക്കുമായുള്ള സമ്പർക്കം ശ്വാസകോശം, മൂത്രസഞ്ചി, ചർമ്മം തുടങ്ങിയ ഭാഗങ്ങളിൽ ക്യാൻസറിനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. കഴിഞ്ഞ 10 വർഷത്തിനിടെ 28 നെല്ലിനങ്ങളിൽ താപനിലയിലെ വർധനവും കാർബൺ ഡൈ ഓക്സൈഡും ചെലുത്തുന്ന സ്വാധീനം ഗവേഷകർ വിലയിരുത്തി. കൂടാതെ ബംഗ്ലാദേശ്, ചൈന, ഇന്ത്യ, ഇന്തോനേഷ്യ, മ്യാൻമർ, ഫിലിപ്പീൻസ്, വിയറ്റ്നാം എന്നീ 7 ഏഷ്യൻ രാജ്യങ്ങളിലെ അജൈവ ആർസനിക് ഡോസുകളും ആരോഗ്യ അപകട സാധ്യതകളും മോഡലുകളും ഉപയോഗിച്ച് കണക്കാക്കിയുമാണ് പഠനം നടത്തിയത്. അരിയിലെ ആർസനിക് സാന്ദ്രത വർദ്ധിപ്പിക്കുന്നതിന് താപനിലയും കാർബൺ ഡൈ ഓക്സൈഡും പ്രധാന ഘടകങ്ങളാണെന്ന് കണ്ടെത്തിയതായി ഗവേഷകർ പറയുന്നു. പ്രമേഹം, ഗർഭധാരണത്തിലെ പ്രതികൂല ഫലങ്ങൾ, നാഡീവികസന പ്രശ്നങ്ങൾ, രോഗപ്രതിരോധ സംവിധാനത്തിലെ പ്രത്യാഘാതങ്ങൾ എന്നിവയുമായി ആർസനിക് എക്സ്പോഷർ ബന്ധപ്പെട്ടിരിക്കാമെന്ന് പുതിയ തെളിവുകൾ സൂചിപ്പിക്കുന്നു.